നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ജോലി ചെയ്യുന്ന NHM ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ സർക്കാർ. ശമ്പളം നൽകാൻ ഈ മാസം 12-ന് ഉത്തരവ് നൽകിയിട്ടും ഇതുവരെയും നൽകിയില്ല. ശമ്പളം നൽകാത്തതിന് പിന്നിൽ ഇടത് യൂണിയന്റെയും NHM ജില്ലാ അധികൃതരുടെയും ഇടപെടലെന്നാണ് ആക്ഷേപം. ജനം എക്സ്ക്ലൂസീവ്. 12/2/2026 ശമ്പളം അനുവദിച്ചുകൊണ്ടുള്ള സംസ്ഥാന നാഷണൽ മിഷൻ ഡയറക്ടറുടെ ഉത്തരവാണിത്. ഉത്തരവിറങ്ങി 7 ദിവസം പിന്നിട്ടിട്ടും ജീവനക്കാർക്ക് ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല. 29,20,50,000 രൂപയാണ് ശമ്പള ഇനത്തിൽ ധനവകുപ്പ് നൽകിക്കഴിഞ്ഞത്. എന്നിട്ടും ഈ തുക ജീവനക്കാർക്ക് ലഭിക്കാതിരിക്കുന്നതിന് പിന്നിൽ ജില്ലാ NHM ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്നാണ് ഉയരുന്ന ആക്ഷേപം. %40 കേന്ദ്ര വിഹിതവും 60% സംസ്ഥാന വിഹിതത്തിൽ നിന്നുമാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. കേന്ദ്ര വിഹിതം കൃത്യമായി സംസ്ഥാനത്തിന് ലഭിച്ചിട്ടും ശമ്പളം വൈകിപ്പിച്ച് ഇടതു സർക്കാർ അഡ്വാൻസ് കൈൻഡ് ഗ്രാന്റ് നൽകിയെന്ന് വരുത്തി തീർക്കാനാണ് ഇടതുപക്ഷ യൂണിയൻ ശ്രമിക്കുന്നത്. ഇതിനായാണ് ശമ്പളം വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. വിവിനീഷ്, ജനം, തിരുവനന്തപുരം.